പുതുക്കിയ ആദായ നികുതി ബിൽ ഉൾപ്പെടെ 8 ബില്ലുകൾ പാസാക്കിയിരിക്കുകയാണ് പാർലമെന്റ്. നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഭേദഗതി ബിൽ, ഇൻകം ടാക്സ് നമ്പർ 2 ബിൽ, ടാക്സേഷൻ ലോസ് ഭേദഗതി ബിൽ തുടങ്ങിയ 4 ബില്ലുകളാണ് ലോക്സഭ പാസാക്കിയത്. രാജ്യസഭ ഗോവ സംസ്ഥാനത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ പട്ടികവർഗങ്ങളുടെ പ്രതിനിധീകരണം പുനഃക്രമീകരിക്കുന്നതിനുള്ള ബിൽ, മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ എന്നിവയും പാസാക്കി. വോട്ട് മോഷണ ആരോപണത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്തുന്നതിനിടെയായിരുന്നു നിർണായക ബില്ലുകൾ സഭ പാസാക്കിയത്. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പല തവണ ഈ പ്രതിഷേധം നടത്തുന്ന പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയതാണ്. നിർണായക ബില്ലുകൾ വരാൻ പോകുന്നുണ്ട്, ഇത് പാസ്സാക്കുന്നതിന് സഹകരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷം സഹകരിക്കുകയുണ്ടായില്ല. പിന്നാലെയാണ് 8 ബില്ലുകൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഇനി 17-ാം തീയതിയാണ് പാർലമെന്റ് ഇനി സമ്മേളിക്കാൻ പോകുന്നതും. അതിന് മുൻപായി 8 ബില്ലുകളും പാസ്സാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇൻകം ടാക്സ്, അതുമായി ബന്ധപ്പെട്ട ടാക്സേഷൻ ബില്ലുകളാണ്. അത് കൊണ്ടുവരാൻ സാധ്യതയുള്ള മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനം. അതായത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട, ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ലളിതവും എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. പഴയ നിയമത്തിൽ 5 ലക്ഷത്തിലേറെ വാക്കുകൾ ഉണ്ടെങ്കിൽ പുതിയ ബില്ലിൽ അതിൻ്റെ പകുതി മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. നിലവിലെ നിയമം കഴിഞ്ഞ വർഷം, അസസ്മെന്റ് വർഷം എന്നിങ്ങനെ ഇരട്ട വർഷ സംവിധാനമാണ് പിന്തുടർന്നു പോന്നിരുന്നത്. പുതിയ നിയമത്തിൽ ഇതൊഴിവാക്കി നികുതി വർഷം എന്നാക്കും എന്നുള്ളതാണ് മറ്റൊന്ന്. ആശയക്കുഴപ്പവും തർക്കവും സൃഷ്ടിക്കുന്ന ചട്ടങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് സർക്കാർ. ചെറുകിട കച്ചവടക്കാർ, MSMEകൾ തുടങ്ങിയവർക്ക് അനുയോജ്യമായ വിധത്തിലാണ് പുതിയ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ചെറുകിട കച്ചവടക്കാർക്കും MSMEകൾക്കും ഏറ്റവും അധികം ഗുണം കിട്ടാൻ പോകുന്ന രീതിയിലാണ് ഈ പുതിയ ടാക്സേഷൻ ബില്ല് ഈ പ്രതിപക്ഷ ബഹളത്തിനിടെ സർക്കാർ അവതരിപ്പിച്ചത്. അത് സാധാരണ ജനങ്ങൾക്ക്, കച്ചവടക്കാർക്ക് ഗുണം ചെയ്യുന്ന വിധമാണ്. വൈകി റിട്ടേൺ സമർപ്പിച്ചാലും നികുതി റീഫണ്ട് അനുവദിക്കാനുള്ള വ്യവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന്. റിട്ടേൺ വൈകിച്ചു എന്ന പേരിൽ റീഫണ്ട് തടയില്ല. ഇതൊരു വലിയ സന്ദേശം കൂടിയാണ് ഈ നികുതിദായകർക്ക് നൽകുന്നത്. ഏറ്റവും സൗഹാർദ്ദപരമായ നികുതി ഘടന, ഏറ്റവും സൗഹാർദ്ദപരമായ സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതായത് വൈകി റിട്ടേൺ സമർപ്പിച്ചാലും നികുതി റീഫണ്ട് അനുവദിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. റിട്ടേൺ വൈകിച്ചു എന്ന പേരിൽ റീഫണ്ട് തടയില്ല എന്ന് പറയുന്നു. ഇന്റർ കോർപ്പറേറ്റ് ഡിവിഡൻഡ് നടപടികൾ ലളിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നികുതി ബാധ്യത ഇല്ലാത്തവർക്ക് TDS സർട്ടിഫിക്കറ്റ് കാലതാമസമില്ലാതെ ലഭ്യമാക്കും. അതായത് നിൽ TDS സർട്ടിഫിക്കറ്റ് കാലതാമസമില്ലാതെ ലഭ്യമാക്കും എന്നുള്ളതാണ് മറ്റൊന്ന്. ഒഴിഞ്ഞു കിടക്കുന്ന ഭവനങ്ങളുടെ നികുതി ബാധ്യത ഒഴിവാക്കും. അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ മേൽ നികുതി ചുമത്തിയിട്ടുള്ളത്. അത് ഈ ഒരു തീരുമാനം കേരളത്തിലെ നൂറുകണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ഭവനങ്ങളുടെ നികുതി ബാധ്യത ഒഴിവാക്കും. ഭവന പദ്ധതികളിൽ നിന്നുള്ള വരുമാനത്തിന്മേൽ നികുതിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, പലിശ ഡിഡക്ഷൻ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സമ്പൂർണമായ പൊളിച്ചെഴുത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും സൗഹാർദ്ദപരമായ നികുതിദായകർക്ക് എല്ലാ തരത്തിലും ഗുണം ചെയ്യുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പാസ്സാക്കിയിരിക്കുന്നു പാർലമെന്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സെഷനിലെ, മൺസൂൺ സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നാണ് ഇത്.